പറഞ്ഞേ, കേട്ട് പഠിച്ചോ. മൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. അർത്ഥം പറ മൗലവി. ഉദ്ദേശിക്കുന്നവൻ മുഅ്മിനാകട്ടെ. മുഅ്മിനാകാൻ അല്ലാഹു കൽപ്പിക്കുകയാണേ. വമൻ ശാഅ ഫൽയക്ഫുർ. ഉദ്ദേശിക്കുന്നവൻ കാഫിറാകട്ടെ. അല്ലാഹു കൽപ്പിക്കുകയാണോ കാഫിറാകാൻ വേണ്ടി? അല്ലാഹു പറഞ്ഞു നിങ്ങളൊക്കെ കാഫിറായിക്കോളീനാ. അപ്പൊ എന്താ അർത്ഥം? മൻ ശാഅ ഫൽയുമിൻ. ഉദ്ദേശിക്കുന്നവൻ മുഅ്മിനാകട്ടെ. മുഅ്മിനാകാനുള്ള കൽപ്പനയാണ്. അത് ക്രിയാത്മകമായ പ്രവർത്തനത്തിന് വേണ്ടി പറഞ്ഞതാണ്. വമൻ ശാഅ ഫൽയക്ഫുർ. ഉദ്ദേശിക്കുന്നവൻ അവിശ്വസിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിശ്വസിക്കരുത് എന്നാണ്. അവിശ്വസിക്കരുത് എന്നാണ്. അപ്പൊ നേരത്തെ ഫൽയുമിൻ എന്ന് പറയുമ്പോ വിശ്വസിക്കട്ടെ എന്നാണ്, ഫൽയക്ഫുർ എന്ന് പറയുമ്പോ അവിശ്വസിക്കരുത് എന്നാണ്. പക്ഷെ ഭാഷാർത്ഥത്തിൽ ഫൽയക്ഫുർ അവിശ്വസിക്കട്ടെ എന്നാണ്. പക്ഷെ ഉദ്ദേശം അതല്ല, ഉദ്ദേശം അവിശ്വസിക്കരുത് എന്നാണ്. അല്ല മൗലവി, ഉദ്ദേശിക്കുന്നവൻ കാഫിറായിക്കോട്ടെ എന്നല്ല കൽപ്പിച്ചതാണെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങളെ മൗലവിമാർക്ക് ധൈര്യമുണ്ടോ? ഇനിയും കേട്ടോ മൗലവിമാരെ, അതാ മറ്റൊരായത്ത് കേട്ടോ. ഫൽയസ്തജീബൂ ലീ വൽയുമിനൂ ബീ. എന്താണ് ഇവിടെ അർത്ഥം? ഫൽയസ്തജീബൂ ലീ വൽയുമിനൂ ബീ. വൽയുമിനൂ ബീ. അവരെന്നെ കൊണ്ട് വിശ്വസിക്കട്ടെ. വിശ്വസിക്കാൻ വേണ്ടിയുള്ള കൽപ്പനയാണ്. എന്നാ സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ വിശ്വസിക്കാൻ വേണ്ടിയുള്ള കൽപ്പനയാണെങ്കിൽ അവിടെ ലിയുമിനു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കട്ടെ, വിശ്വസിക്കാൻ കൽപ്പനയാണ്. ഞാൻ വേറൊരായത്ത് ഓതുന്നു, ശരിക്ക് കേട്ടുപിടിച്ചു. എന്താ ആയത്ത്? ലിയക്ഫുറൂ ബിമാ ആതൈനാഹും. നമ്മൾ കൊടുത്തത് കൊണ്ട് അവർ അവിശ്വസിക്കട്ടെ. അവിടെ കൽപ്പനയാണോ? ഉരീദ ബിഹി തഹ്ദീദു. അത് ഭീഷണിയാണ്. ഇനി ഒന്ന് പോയിട്ട് വാ എന്നറിയില്ല, നമ്മള് പോയിട്ട് വരണോന്നല്ലേ അർത്ഥം. പോയി വന്നാ കാണിച്ചു തരാന്നതിന്റെ വേന. അതുപോലെ നിന്നെ പോകാൻ പാടില്ല. ഇനി ഒന്ന് പോയിട്ട് വാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പോയിട്ട് വന്നാ കാണിച്ചു തരാം, വിടൂലെന്നെ അതിന്റെ അർത്ഥം. ഇതുപോലെ അവർക്ക് കൊടുത്തത് കൊണ്ട് അവരൊന്ന് നന്ദി കേട് കാണിക്കട്ടെ, അവരൊന്ന് അവിശ്വസിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിശ്വസിച്ചോളൂ എന്നല്ല, അവിശ്വസിക്കാൻ പാടില്ല. വിശ്വസിച്ച് ഞങ്ങളെ വെറുതെ വിടൂലാന്ന. ഇനിയും കേട്ടോ, നിങ്ങൾ സുഖിച്ചങ്ങ് നടന്നോളൂ, പിന്നെ തിരിയും നിങ്ങൾക്ക്. നടന്നോളൂ എന്നാ നടക്കണ്ടാന്നാ, നടന്നോളൂ എന്നാ സുഖിച്ച് നടക്കണ്ടാന്നാ. ഇനിയും കേട്ടോ, എന്താണ്? അവിശ്വസിക്കാൻ പാടില്ല എന്നാണ്. നേരർത്ഥം എന്താണ്? നേരർത്ഥം അവിശ്വസിക്കട്ടെ എന്നാ. അപ്പൊ എന്ന് പറയുന്ന സ്ഥലത്ത് യുമിനൂ ബി എന്ന് പറഞ്ഞാലോ വിശ്വസിക്കട്ടെ എന്നാ, വിശ്വസിക്കണ്ടെന്നല്ല. അപ്പൊ അവിടെ ഓരോ സ്ഥലത്തും ഓരോ അർത്ഥമാണ്. മൻശാ ഫൽയുമിൻ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കണം എന്നാണ്. മൻശാ ഫൽയക്ഫുർ എന്ന് പറഞ്ഞാൽ അവിശ്വസിക്കരുത് എന്നാണ്, വിശ്വസിക്കണമെന്നല്ല. അപ്പൊ ഓരോ സ്ഥലത്തും സാന്ദർഭികമായിട്ടാണ് ഓരോന്നിനും അർത്ഥം വരിക. ഇനിയും കേട്ടോ മൗലവി, ഖുർആനിലെ ആയത്ത് കേട്ട് പഠിച്ചോ. ഉഅ്ബുദൂ മാ ശിഅ്തും മിൻ ദൂനിഹി. അല്ലാഹു പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ ആരാധിച്ചോ, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ ആരാധിച്ചോ. അല്ലാഹു പറയാം. അതേ അല്ലാഹു മറ്റൊരു സ്ഥലത്ത് പറയുന്നു ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിച്ചോ. എന്താ മാന മൗലവി? ഉഅ്ബുദുല്ലാഹ് എന്ന് പറഞ്ഞാൽ അതേ മാനയാണോ? ഉഅ്ബുദൂ മാ ശിഅ്തും എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളതിനെ ആരാധിച്ചോ എന്ന് പറഞ്ഞാൽ ആരാധിക്കരുത് എന്ന് അതിന്റെ അർത്ഥം. ആരാധിക്കരുത് എന്ന് അതിന്റെ അർത്ഥം. ആരാധിച്ചോ തന്നെ ആരാധിക്കണ്ടാന്നാ, ആരാധിക്കണ്ടാന്നാ. ഇവിടെയോ ഉഅ്ബുദുല്ലാഹ് എന്ന് പറഞ്ഞാലോ ആരാധിക്കണോന്നാ. അപ്പൊ വാചകത്തിന്റെ അർത്ഥം കണ്ടിട്ട് നിങ്ങൾ വിചാരിച്ച എന്താണ്? മൂപ്പര് 3 പ്രാവശ്യം പറയുന്നുണ്ട്. 300 പ്രാവശ്യം പറഞ്ഞിട്ട് കാര്യമില്ല മൗലവി, കിതാബ് ഓതി പഠിക്കാതെ കേട്ടോ. ബുക്കും വായിച്ച് നടന്നാ പോരാ, കിതാബ് ഓതി പഠിക്കണം. ഇനിയും കേട്ടോ, മുശ്രിക്കീങ്ങളെ സലാത്ത്, മുശ്രിക്കീങ്ങളെ നിസ്കാരം മുട്ടുംപാട്ടുമാണ്. അവിടുത്തെ സലാത്തിന് അങ്ങനെ അർത്ഥോ? അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമില എന്ന് പറഞ്ഞാലോ മുട്ടുംപാട്ടുവാ. അതുപോലെ തന്നെ ഖുർആനിൽ തന്നെ സലാത്ത് എന്നുള്ള പദം വന്നാൽ മറ്റുള്ള സ്ഥലത്തൊക്കെ അർത്ഥം അങ്ങനെ. അപ്പൊ ഓരോ സ്ഥലത്തും സാന്ദർഭികമായി ഓരോ അർത്ഥം ഉണ്ട്. ഇത് മനസ്സിലാക്കാത്തതാണ് നിങ്ങൾക്ക് ഇവിടെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. എന്താണ്? മനസ്സിലാക്കാത്തതാണ്. എന്നിട്ട് മൂപ്പര് ചോദിക്കുക എന്നോട്, മനസ്സിലായോ പേരോടെ പഠിക്ക് എന്ന് വെച്ചോട്ടവനെ. ആ അഹങ്കാരത്തിന്റെ വാക്ക് മനസ്സിലായോ? മനസ്സിലായോ പേരോടെ പഠിക്ക്, പേരോടെ പഠിച്ചോ, പിടിച്ചോ. പിന്നെ മൗലവി എന്താ അറിയോ? വമാ യുമിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ.
എന്ന ആയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? ഇതിനെതിരായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ഈ ആയത്ത് ഓതിയിട്ട് മൗലവി പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടോ. മൗലവി അള്ളാഹുവിന്റെ ഖുർആനിൽ തിരിമറി നടത്തുന്നു. ആ തിരിമറി ഒന്ന് കേട്ടോ നിങ്ങള്. ആ ആയത്തിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഒന്ന് അള്ളാഹു പറയുന്നുണ്ട് യുഅ്മിനു, മറ്റൊന്ന് മുശ്രികൂനാനും പറയുന്നുണ്ട്. യൂമിനു എന്നല്ല അല്ല പറഞ്ഞത്. അല്ല പറഞ്ഞത് വമാ യൂമിനു. മൗലവി എന്ത് ചെയ്തു? വമാ യൂമിനു എന്നുള്ള മാങ്ങട്ട് കട്ടു. പണ്ടിലാകട്ട കമ്പനിയല്ലേ, നാദാവത്തിന് മുമ്പ് കട്ടതിലായാണ്, ഇപ്പം കട്ടത് ഖുർആനിൽ ആയത്തിൽ നിന്ന് മായാണ്. വമാ യുഅ്മിനു എന്നാ ഉള്ളത്, യൂമിനു എന്നല്ലേ മൗലവി. പിന്നെയോ ഇല്ലാ വഹും മുശ്രികൂൻ എന്നാ ഉള്ളത്. അവിടെ മൗലവി പറയുന്നത് മുശ്രികൂൻ എന്ന്. ഒന്നുകൂടി ചോദിച്ചാൽ ആയത്തിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഒന്ന് അള്ളാഹു പറയുന്നുണ്ട് യുഅ്മിനു, മറ്റൊന്ന് മുശ്രികൂനാനും പറയുന്നുണ്ട്. അപ്പൊ മൂപ്പര് വിചാരിച്ച പോലെയായി. യൂമിനു മുശ്രികൂൻ, മുശ്രിക്കുകൾ വിശ്വസിക്കൂന്നായല്ല അർത്ഥം. ഇവർക്ക് അതാണ് കിട്ടണ്ടേ. ഒന്ന് യൂമിനു, ഒന്ന് മുശ്രികൂൻ. ഇപ്പറന്ന് കുറച്ച് അക്ഷരം കെടുത്താൽ, ഇപ്പറന്ന് കുറച്ച് അക്ഷരം കെടുത്താൽ. എനിക്ക് കേട്ടോളെ മൂപ്പര് ഇതറിയോ, ഒരേ കൂട്ടരെ പറ്റിയാ പറയുന്നത്. എന്നിട്ട് യൂമിനു എന്ന് ആദ്യം പറഞ്ഞു, എന്നിട്ട് പിന്നെ വമാ യൂമിനു എന്ന് പറഞ്ഞു. കേട്ടാ തോന്നും തെറ്റിപ്പോയതാണ്, മൂപ്പരെ തട്ടിപ്പാണ്. എന്നിട്ട് മൂപ്പര് പറയാ അവരെ പറ്റി തന്നെയാണ് വഹും മുശ്രികൂൻ എന്ന് പറഞ്ഞത്. വഹും മുശ്രികൂൻ എന്നല്ല പറഞ്ഞത്. വമാ യൂമിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ എന്നാ പറഞ്ഞത്. അപ്പൊ എന്താ ചെയ്തത് മൗലവി? മൗലവി ഖുർആനിലെ ആയത്തില് അതാ അക്ഷരങ്ങൾ അങ്ങോട്ട് തട്ടി. അത് ചോദിച്ചവനെ അപ്പൊ ഒരേ കൂട്ടരെ സംബന്ധിച്ച് തന്നെ യുഅ്മിനു വമാ യുഅ്മിനു എന്ന് പ്രയോഗിക്കുന്നുണ്ട്. അവരെ പറ്റി തന്നെ വഹും മുശ്രികൂന എന്നും പറയുന്നുണ്ട്. കണ്ടോ തട്ടിപ്പ്? ഖുർആനിലെ ആയത്തോട്ടാ തട്ടിപ്പ്. സുബ്ഹാനല്ലാഹ്. എന്നാ സഹോദരന്മാരെ, മൗലവി തന്നെ പറയുന്നു ശറയിൽ അംഗീകരിച്ച ഈമാനെ കുറിച്ചാണ്, സ്വർഗത്ത് കടക്കുന്ന ഈമാനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് വരുത്തി തീർക്കാണ്. ഇത് അബൂജഹലിനുണ്ട് തന്നെ ഈമാന്. ശറയിൽ അംഗീകരിച്ച ഈമാനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, സ്വർഗത്ത് കടക്കുന്ന ഈമാനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ വരുത്തി തീർക്കാണ് എന്ന് മൗലവി പറയുന്നു. മൗലവി സ്വർഗത്ത് കടക്കാത്തൊരു ഈമാനും സ്വർഗത്ത് കടക്കുന്ന ഒരു ഈമാനും, അങ്ങനെ രണ്ട് സൈസ് ഈമാനുണ്ടോ? ഇപ്പൊ പരിശുദ്ധ ഖുർആൻ തന്നെ അക്ഷരം കട്ടിട്ടുണ്ടാണ് മൗലവി ഇപ്പോൾ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാര് മനസ്സിലാക്കണം. അദ്ദേഹം ഓതിയ ആയത്തുണ്ടല്ലോ, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ എന്ന് പറയുന്ന ആയത്ത്, അതിന്റെ നേരെ മേലെ നിങ്ങൾക്ക് കാണാം വമാ അക്സറുൻ നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ. നബിയേ, തങ്ങൾ എത്ര തന്നെ ആഗ്രഹിച്ചാലും ആ മക്കയിലെ മുശ്രിക്കീങ്ങൾ വിശ്വാസികളാകൂല നബിയേ. അപ്പൊ അവര് മുഅ്മിനീങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം അവിടെ പറയുന്നത് എന്നത് എന്റെ സഹോദരന്മാരെ നിങ്ങളെ മനസ്സിൽ ഓർമ്മ വേണം. പക്ഷെ അതൊക്കെ മൂടി വെച്ചിട്ട് മൗലവി ഖുർആനിന്റെ ആയത്ത് തന്നെ അതിൽ നിന്ന് അക്ഷരങ്ങൾ ഒഴിവാക്കി പച്ചക്കള്ളം പറഞ്ഞ് പ്രസംഗിച്ച് ജനങ്ങളെ പിഴപ്പിക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, കഴിഞ്ഞ പ്രസംഗത്തിൽ മൗലവി എന്റെ ഒരു വാചകം കട്ടിട്ട് ക്ലിപ്പ് കേൾപ്പിച്ചു. അത് ഞാൻ പിടിച്ച് ചോദ്യം ചെയ്തപ്പോ ഇപ്പൊ മൗലവി പറയുന്നു എന്റെ ക്ലിപ്പിന്ന് ഉള്ളാന്നുള്ളത് ഒഴിവാക്കിയിട്ട് ക്ലിപ്പ് വെച്ചിട്ട് അത് ഒഴിവാക്കി ഞാൻ പിടിച്ച് കാണിച്ച മൂപ്പരയ്ക്ക. അതിന് പേരോണ്ട് എന്താ നഷ്ടം? എന്റെ സാധനം കട്ടുപോ നിർത്താൻ ചോദിക്കും, നിങ്ങൾക്ക് എന്താ ഇത് കട്ടുകൊണ്ട് നഷ്ടം? അതുപോലല്ലേ മൗലവിയാ ചോദിച്ചത്? ഒരല്പം മാന്യതണ്ടേ ചോദിക്കുക ആ ചോദ്യം. സുബ്ഹാനല്ലാഹ്. സഹോദരന്മാരെ, പിന്നെയോ സമയം വൈകുന്നതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. മോനെ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശ്വാസമാണ് തൗഹീദ്. അല്ലാതെ മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കാതിരിക്കലല്ല, ബദരീങ്ങളെ വിളിക്കാതിരിക്കലല്ല, റസൂലുള്ളാഹിനെ വിളിക്കാതിരിക്കലല്ല തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്ന് ഞാൻ ഇവിടുന്ന് പ്രസംഗിച്ചിരുന്നു. ആ പ്രസംഗിച്ചത് മൗലവി സമ്മതിക്കുന്നത് ഒന്ന് കേൾപ്പിച്ചെടുത്ത. എന്നിട്ട് മൂപ്പര് നമ്മളോട് പറയാ സലഫി തൗഹീദ് എന്ന് പറഞ്ഞ അള്ളാഹനെ മാത്രം തകർക്കലെന്നല്ല, മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കാതിരിക്കാന്നല്ല, റിഫായി ശൈഖിനെ വിളിക്കാതിരിക്കാന്നല്ല, അമ്പർത്തങ്ങളെ വിളിക്കാതിരിക്കാൻ